ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇന്ന് കുറേ നാൾക്ക് ശേഷം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഹെയർ സ്റ്റൈലിംഗ് ട്യൂട്ടോറിയലാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ഫോർ മൈ ഹെയർ സ്റ്റൈലിംഗ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റാണ് പ്രോട്ടച്ച്. യെസ്, 2, 3, 4, 5 അറ്റാച്ച്മെൻറ്റ്സ് ആണുള്ളത്. 2 for the curling iron, 1 brush, 1 anti-fly away, 1 for blow dry. സോ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക അറ്റാച്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ. ഞാനിത് യൂസ് ചെയ്തിട്ട് കുറേ നാളായി, പക്ഷേ ഇപ്പോഴാണ് എനിക്ക് ഡീറ്റെയിൽ വീഡിയോ ഇടാനായിട്ട് തോന്നിയത്. സോ നമുക്ക് ക്വിക്കായിട്ട് ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ട് മോർ ദാൻ 6 months ആയിട്ടുണ്ടാകും. അതിൽ ഞാൻ പല തവണയും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് പ്രോട്ടച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ 2 ബ്രാൻഡായിരുന്നു. ഒന്ന് പ്രോട്ടച്ച്, പിന്നെ ഡൈസൺ അറിയുന്നവർക്ക് അറിയാം, ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. ആൻഡ് ഓൾസോ ഐ ഹിയർ മെനി കോൺട്രവേഴ്സീസ് ഫോർ ഡൈസൺ. കാരണം 50,000 രൂപ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. എസ്പെഷ്യലി കേളിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാർട്ട്. കേളിംഗ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഇത് നിൽക്കുന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ഡൈസണിനെ കുറിച്ച് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ ഡൈസൺ വേണ്ട, നമുക്ക് ബിഗിനേഴ്സ് ഫ്രണ്ട്ലി. ഇറ്റ്സ് നോട്ട് ബിഗിനേഴ്സ് ഫ്രണ്ട്ലി, ഇറ്റ് ഓൾസോ കോസ്റ്റ് around 20,000 rupees. ബട്ട് ഐ തിങ്ക് എനിക്കൊരു അപ്ഗ്രേഡേഷൻ വേണമെങ്കിൽ ഐ ക്യാൻ ഗോ ഫോർ പ്രോട്ടച്ച് ഫസ്റ്റ്. പിന്നെ ഇനി ഭാവിയിൽ ഇതിനെക്കാട്ട് അപ്ഗ്രേഡേഷൻ ഇതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മാത്രം വേറെ ചിന്തിച്ചാൽ മതിയല്ലോ. സോ ഫോർ നൗ ഐ ചൂസ് പ്രോട്ടച്ച് ആൻഡ് ദിസ് ഈസ് മൈ ബെസ്റ്റ് ഡിസിഷൻ എവർ ബിക്കോസ് ഇറ്റ്സ് ആൻ എക്സാക്ട് ഡ്യൂപ്പ് ഓഫ് ഷാർക്ക് ഒരു കനേഡിയൻ ബ്രാൻഡിൻ്റെ ഒരു ഇതുപോലെ മൾട്ടി ഹെയർ സ്റ്റൈലിംഗ് ടൂളാണ്. ഈ ഒരു ഫോൾഡിങ് ഇല്ലേ, ഈ സംഭവം ഡൈസണിലില്ല, ഷാർക്കിലുണ്ട്. ഇപ്പോഴത്തെ ഡൈസണിലുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് ഞാൻ വാങ്ങുന്ന ടൈമിൽ ഷാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിലായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ആൻറ്റി ഫ്ലൈവേഴ്സ് ഡൈസണിലുള്ളൊരു സംഭവമാണ്, ബാക്കി എല്ലാതും ഡൈസണിലുള്ളത് തന്നെയാണ്. സോ ഐ തോട്ട് ഇത്രയും അഫോർഡബിളായിട്ട് ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഐ വിൽ ട്രൈ ദാറ്റ് ഫസ്റ്റ്, റൈറ്റ്? അങ്ങനെ ആണ് ഈ ഒരു പ്രൊഡക്റ്റിലോട്ട് ഞാൻ ലാസ്റ്റ് ഫൈനൽ ഡിസിഷൻ എടുത്തത്. ആൻഡ് യെസ്, ഹിയർ ഐ ആം ഷോയിങ് യു ദ ട്യൂട്ടോറിയൽ. അപ്പോൾ ഇപ്പോൾ എൻ്റെ മുടി നന്നായിട്ട് നനഞ്ഞിരിക്കുകയാണ് കേട്ടോ. നന്നായിട്ടല്ല, ഞാനിപ്പോൾ ഹെയർ വാഷൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ ബിഫോർ ഡൂയിങ് ദ ട്യൂട്ടോറിയൽ ഐ വിൽ ഷെയർ വിത്ത് യു സംതിങ്. അതായത് ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന ദിവസം ഞാൻ എൻ്റെ ഹെയർ ഷാമ്പൂ കണ്ടീഷണറൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഡീപ്പ് ക്ലെൻസ് ചെയ്യും. എന്നിട്ടാണ് കേട്ടോ ഞാൻ ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റ് ഹെയർ സ്റ്റൈൽ ചെയ്യാറ്. ബിക്കോസ് എനിക്ക് ഓയിലി സ്കാൽപ്പാണുള്ളത്. ഈ ഓയിലി സ്കാൽപ്പുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. അതായത് ഇപ്പം ഇന്ന് ഹെയർ വാഷ് ചെയ്താൽ മറ്റന്നാളാകുമ്പോഴേക്കും സ്കാൽപ്പൊക്കെ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് പോയില്ലായിരിക്കും, എസ്പെഷ്യലി ഈ ഒരു ഏരിയയിൽ. ബാക്കി പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സോ അങ്ങനത്തെ ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡെയിലി സ്റ്റൈൽ ചെയ്യുന്നവരാണെങ്കിൽ ഷാമ്പൂ കണ്ടീഷണർ വാഷ് ചെയ്തിട്ട്, അതായത് സ്കാൽപ്പ് ഓയിലി ആവാണ്ടിരിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്താ പറയുക സ്റ്റൈൽ ചെയ്താലും ഈ ഒരു ഭാഗം ഇങ്ങനെ പതിഞ്ഞിരിക്കണ പോലെ തോന്നും. എനിക്കത് പേഴ്സണലി ഇഷ്ടമല്ല. സോ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ എൻ്റെ ഹെയർ കെയർ ചോദിക്കുകയാണെങ്കിൽ ഐ എം യൂസിങ് ലോറിയലിൻ്റെ ഒരു ഡീടോക്സിഫൈങ് കൈൻഡ് ഓഫ് ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ. അതിൽ കണ്ടീഷണറിൽ ഹൈൽഡ്രോണിക് ഉണ്ട്. ആക്ച്വലി നല്ലതാണ് കേട്ടോ. പക്ഷേ ഞാൻ ഷാമ്പൂ യൂസ് ചെയ്തിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഫോർ മൈ ഹെയർ ഇസ് ലിറ്റിൽ ബിറ്റ് ഫ്രിസി. അപ്പോൾ ആ ഫ്രിസിനെസ് മാറ്റാനായിട്ട് ഞാൻ ആ കണ്ടീഷണർ യൂസ് ചെയ്യാറുണ്ട്. ഷാമ്പൂ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറില്ല. ബട്ട് ദിസ് കോംബോ റിയലി വർക്ക്സ് ഫോർ മൈ ഹെയർ. സോ ഞാനിപ്പോൾ ഒരു കഴിഞ്ഞ 3-4 മാസമായിട്ട് ഈ സെയിം ഷാമ്പൂ കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത്, വിച്ച് ഇസ് റിയലി ഗുഡ് ഫോർ മീ. ഓക്കെ, ഇപ്പോൾ അതാണ് ഹെയർ കെയറും കാര്യങ്ങളൊക്കെ. ആൻഡ് ഐ എം നോട്ട് യൂസിങ് എനി കൈൻഡ് ഓഫ് ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ഫോർ ദിസ് ടൂൾ ബിക്കോസ് ഐ പേഴ്സണലി ഡസൻറ്റ് ഫീൽ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എൻ്റെ ഹെയർ ഹീറ്റ് ഡാമേജ് വരുത്തുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്താലോ. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൻഡ് പീസ് വരുന്നത്. ഇതുണ്ടല്ലേ, ഈ ഒരു സംഭവം എന്തിനാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഫോൾഡ് ചെയ്തിട്ടല്ലേ ഇരിക്കുന്നത്. ഇത് നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു ബട്ടൺ. ഇത് നമ്മുടെ അറ്റാച്ച്മെൻറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് നമുക്കിവിടെ ഇത് കോൾ ഷോട്ട്, ഇതെന്താ കാണാത്ത കോൾ ഷോട്ട്, ഇത് ഫാൻ സ്പീഡ്, ഇത് ടെമ്പറേച്ചർ, ഇത് ഓൺ ഓഫ് ബട്ടൺ. ഓക്കെ, ഇത് ആക്ച്വലി ഞാനിങ്ങനെ ഫോൾഡ് ചെയ്യാറ് ഞാൻ ബ്ലോ ഡ്രൈ ചെയ്യുമ്പോഴാണ്. അല്ലാത്ത സമയമൊന്നും ഞാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാറില്ല. എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇഷ്ടം. സോ ഇതാണ് നമ്മുടെ ഹാൻഡ് പീസ്. ഇത്
ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഈ ഒരു ഫിൽറ്റർ നമുക്ക് ഇടയ്ക്ക് ക്ലീൻ ചെയ്യാം. ഡസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇത് ക്ലീൻ ആകാൻ വലിയ കുഴപ്പമൊന്നുമില്ല. സോ ദിസ് ഇസ് ദ ഹാൻഡ് പീസ്. ഇത് ഫസ്റ്റ് അറ്റാച്ച്മെൻ്റ് ആണ്. ഇത് നമ്മുടെ ബ്ലോ ഡ്രൈഡ് അറ്റാച്ച്മെൻ്റ് ആണ് കേട്ടോ. സോ ഇത് നമുക്കിതിലിങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ഹെയറിൻ്റെ റൂട്ടൊക്കെ ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. അടുത്ത അറ്റാച്ച്മെൻറ്റ് ഈ ഒരു വോള്യൂമിനൈസിങ് ബ്രഷാണ് കേട്ടോ ഗൈസ്. ഇത് അത്യാവശ്യം വോള്യൂം തരും, അതേസമയം ഒരു സ്ട്രെയിറ്റ് ലുക്ക് തരും. സോ ഇതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുക? ഇറ്റ്സ് ലോക്ക് നൗ. ഇത് മാറ്റണമെങ്കിൽ ഈ സംഭവം ഇങ്ങനെ ആക്കിയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെയിറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഈ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റില്ല. ബ്ലോ ഡ്രൈ ഓക്കെ, ബട്ട് ഈ സംഭവമൊക്കെ ഇങ്ങനെ സ്ട്രെയിറ്റ് വാണ്ടായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം മുടി സെക്ഷൻ ചെയ്യാം. നിങ്ങൾക്ക് സെക്ഷൻ ചെയ്തില്ലെങ്കിലും ആക്കാം, പക്ഷേ എനിക്കൊരു പ്രിസൈസ് ലുക്ക് ഒരു സംഭവമൊക്കെ വേണമെങ്കിൽ ഞാൻ സെക്ഷൻ ചെയ്തിട്ടാണ് ആക്കുന്നത്. ഒന്നുമില്ല, ഞാൻ നടുക്കുന്ന ഇതുപോലെ 2 പാർട്ടീഷൻ ചെയ്യും. എന്നിട്ട് ബേസിൽ നിന്നാണ് ഞാൻ തുടങ്ങുക, ബാക്കിയൊക്കെ എടുത്ത് കെട്ടി വയ്ക്കും. ഓക്കെ, ഞാൻ സെക്ഷൻ ചെയ്തിട്ട് വരാം. അങ്ങനെ 2 സെക്ഷൻ ആക്കിയിട്ടുണ്ട്. സോ നമുക്ക് ആദ്യത്തെ സെക്ഷൻ ചെയ്യാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ മുടി വോളിമിനൈസ് ബ്രഷ് കൊണ്ട് സ്റ്റൈൽ ചെയ്തിട്ടുള്ള ലുക്ക്. സ്ട്രെയിറ്റ് ആൻഡ് ഓൾസോ ഇറ്റ് ഡസൻറ്റ് ലുക്ക് എ സ്ലീക്ക് ലുക്ക്. നല്ല വോള്യൂമായിട്ടുണ്ട്, റൈറ്റ്? ഓക്കെ, ഇനി നമുക്ക് കേൾ ചെയ്യാം. നല്ല രസമില്ലേ? നല്ലൊരു ബോളിവുഡ് ഹോളിവുഡ് കേൾ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ നല്ല സ്മൂത്തായ പോലെ തോന്നുന്നുണ്ട്. എൻ്റെ ഫസ്റ്റത്തെ ഹെയർ നിങ്ങൾ ബാക്ക് അടിച്ച് കാണുകയാണെങ്കിൽ കുറച്ച് ഫ്രിസി പോലെയൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ആഫ്റ്റർ സ്റ്റൈലിങ് ഇറ്റ് ലുക്സ് സോ സ്റ്റണ്ണിങ്. നല്ല ഇഷ്ടമായി, നല്ല രസമാണ് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഹെയർ ടൈം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആണ്. സോ ഞാൻ നേരത്തെ ജസ്റ്റ് കാണിച്ചുള്ളൂ കേട്ടോ. ആ ചെയ്യേണ്ട ഇടയ്ക്ക് എനിക്ക് പറയാൻ പറ്റില്ല. ഇത് ആൻറ്റി ഫ്ലൈ അവേ, അതായത് ഈ ബേബി ഹെയർസ് കുഞ്ഞുമുടിയൊക്കെ ഇങ്ങനെ പൊന്തിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് എല്ലാ പ്രോസസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതിപ്പോൾ ഈ സൈഡിലേക്കാണെങ്കിൽ ഇത് നമുക്കിങ്ങനെ
സൈഡൊക്കെ ആയിട്ട് ഇങ്ങനെ ആക്കാൻ പറ്റും. സോ ഇതൊരു കോംബോ പോലെയാണ്, മിനി കോംബോ പോലെയാണ് ഈ സംഭവങ്ങൾ. അപ്പോൾ അതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആ കുഞ്ഞി മുടികളൊക്കെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ സെറ്റായിട്ടിരിക്കും കേട്ടോ. വല്ലാണ്ടാക്കരുത്, വല്ലാണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ മുടി ഒട്ടി പിടിക്കണ പോലെ ഉണ്ടാവും. പക്ഷേ കുറച്ചൊക്കെ ആക്കി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെയൊക്കെ കുഞ്ഞി ബേബി ഹെയർസ് ഉണ്ട്, അതൊക്കെ ഈ മുടിയുടെ കൂടെ ഇങ്ങനെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഇത് പിന്നെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതിൽ കൂടെ എയർ വരും ഫോർ എന്താ പറയുക, ഈ ബ്ലോ ഡ്രൈ ചെയ്യാനും ഈ സംഭവം കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്ക് തരും. പക്ഷേ ഞാൻ മറ്റേ അറ്റാച്ച്മെൻറ്റ് കൊണ്ടാണ് ബ്ലോ ഡ്രൈ ചെയ്യാറ്. ഇതുകൊണ്ട് ഞാൻ ആൻറ്റിഫൈ ചെയ്ത ഈ സംഭവത്തിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ടോട്ടലി നമ്മുടെ ലുക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ ഹെയർ ഞാൻ സ്റ്റൈൽ ചെയ്യാറ്. സോ ഫസ്റ്റ് ഇപ്പോൾ ഞാൻ ബ്ലോ ഡ്രൈ ചെയ്ത് ബ്രഷ് കൊണ്ട് ചെയ്തിട്ടാണ് കേർലിങ് ചെയ്തത്. ഇനിയിപ്പോൾ ബ്ലോ ഡ്രൈ ചെയ്ത് ഡയറക്റ്റ് കേർലിങ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഫിനിഷ് കിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വേവി കേർലി ഹെയർ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ആദ്യം സ്മൂത്ത് ലൈക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് ഒന്ന് സ്ട്രെയിറ്റ് ആക്കിയിട്ട് കേൾ ചെയ്യണതായിരിക്കും നല്ലത്. അല്ലാണ്ട് ഡയറക്റ്റ് കേൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫിനിഷ് കിട്ടില്ല. കാരണം ഞാനതങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിനായിട്ട് ഭേദം എൻ്റെ ഒറിജിനൽ കേളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഇങ്ങനത്തെ കേൾ കിട്ടണമെങ്കിൽ യു ഹാവ് ടു ഡു ദ ബ്രഷ്, പിന്നെ ഈ ഒരു സംഭവം ചെയ്യുക. പിന്നെ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. ഐ എം ഒബ്സെസ്ഡ് വിത്ത് ദിസ്. ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് ഈ കേള് ഭയങ്കര ഇഷ്ടമാണ്. ബാക്കി ഇതിങ്ങനെ ചെയ്താൽ എനിക്ക് മുടി കെട്ടിവെക്കാൻ ഇഷ്ടമില്ല, ഇങ്ങനെ അയച്ചിട്ട് നടക്കാനൊക്കെയാണ് ഇഷ്ടം. ബിക്കോസ് കെട്ടിവെച്ചാൽ ഇതിൻ്റെ ഭംഗി അറിയില്ല ഗൈസ്. ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു എന്താ പറയുക ട്യൂട്ടോറിയൽ ഓഫ് മൈ ഹെയർ സ്റ്റൈലിംഗ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ എന്താ കമൻറ്റ് ചെയ്യുക, ലൈക്ക് എന്താ പറയുക നെക്സ്റ്റ് എങ്ങനത്തെ വീഡിയോ വേണം, ട്യൂട്ടോറിയലാണോ ലൈക്ക് മേക്കപ്പ് ട്യൂട്ടോറിയലാണോ വേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ ഞാൻ വീഡിയോ ചെയ്യാം എപ്പോഴെങ്കിലും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.